ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം തന്നെ നിഗ്രഹിക്കാൻ തുനിഞ്ഞ പൃഥു മഹാരാജാവിനോട് ഭൂമിദേവി ചോദിച്ചിരുന്നു, എന്നെ വധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും അന്നം ഉണ്ടാവുകയില്ലല്ലോ, നിങ്ങളുടെ നിലനിൽപ്പ് തന്നെ പ്രശ്നമല്ലേ എന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് രാജാവ് പറയുകയാണ്, നിന്നെ വധിച്ചിട്ട് അതിൻ്റെ മേധസ്സുകൊണ്ട്, മാംസം കൊണ്ട് ഞാൻ എല്ലാവരുടെയും വിശപ്പ് മാറ്റും. അത്രയും ദേഷ്യത്തോടു കൂടെ പറയുകയാണ്. അതാണ് 25-ാമത്തെ ശ്ലോകം. അമൂഷാം ക്ഷുത്പരീതാനാം ആർത്താനാം ക്ഷുത്പരീതാനാം ആർത്താനാം പരിദേവിതം ശമയിഷ്യാമി മദ്ബാണൈഹി ഭിന്നായാഹ തവ മദ്ബാണൈർഭിന്നായാസ്തവ മേധസാ. ക്ഷുത്പരീതാനാം, ക്ഷുത്തുകൊണ്ട്, വിശപ്പ് കൊണ്ട് ആകെ ക്ഷീണിച്ചവരും, ആർത്താനാം, വിവശന്മാരുമായിട്ടുള്ള, അമൂഷാം, ഈ ജനങ്ങളുടെ പരിദേവിതം, കരച്ചിലിനെ ഞാൻ ശമയിഷ്യാമി, ശമിപ്പിക്കും. എങ്ങനെ? മദ്ബാണൈഹി, എൻ്റെ ശരങ്ങളാൽ, ഭിന്നായാഹ, പിളർക്കപ്പെടുന്ന, തവമേധസ, നിന്റെ മാംസം കൊണ്ട്, അത് ഞാൻ ഇവർക്ക് തിന്നാൻ കൊടുക്കും. അങ്ങനെ ആയാൽ പോലും നിന്നെ രക്ഷിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. കാരണം കുറേ നാളുകളായിട്ട് ഇവർ കൃഷി ചെയ്യുന്നു, പക്ഷേ ഒന്നും തന്നെ നീ അവർക്ക് കൊടുക്കുന്നില്ല. അമൂഷാം ക്ഷുത്പരീതാനാമാർത്താനാം പരിദേവിതം ശമയിഷ്യാമി മദ്ബാണൈർ ഭിന്നായാസ്തവ മേധസാ. ഇനി ഭൂമിദേവി ചോദിച്ചിരുന്നു, ഒരു സ്ത്രീയായ എന്നെ ഉപദ്രവിക്കാമോ, നിഗ്രഹിക്കാമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അതിനുള്ള സമാധാനം പറയുകയാണ് 26-ാമത്തെ ശ്ലോകം. പുമാൻ യോഷിത് ഉത യോഷിതുത ക്ലീബ ആത്മസംഭാവന അധമഃ ആത്മസംഭാവനോ അധമ ഭൂതേഷു നിരനുക്രോശോ നൃപാണാം തദ്വധഃ അവധഃ തദ്വധോ അവധഃ. നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ ഇതുപോലെ സ്ത്രീകളെ വധിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ അതൊക്കെ ഉത്തമരായ സ്ത്രീകളെയാണ്, എല്ലാ അർത്ഥത്തിലും ഉത്തമരായിട്ടുള്ള സ്ത്രീകൾ. അതുകൊണ്ടാണ് ഇവിടെ രാജാവ് പറയുന്നത്, പുമാൻ, ഒരു പുരുഷനാകട്ടെ, യോഷിത്, സ്ത്രീയാകട്ടെ, ഉത ക്ലീബഹ, ഇനി അല്ല ഒരു നപുംസകമോ ആകട്ടെ, വെറുതെ എന്നെ കൊല്ലാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആത്മസംഭാവന, അതായത് താൻ വലിയൊരു സംഭവമാണ് എന്ന് ചിന്തിച്ച് ആ അഹങ്കാരത്തിൽ അധമഹ, അധമനായിട്ട്, മനസ്സിൽ ദുഷ്ടത്തരം നിറച്ചിട്ട്, ഭൂതേഷു, പ്രാണികളിൽ, നിരനുക്രോശ, ഒരു തരത്തിലുള്ള അനുകമ്പയും ഇല്ലാത്തവരായിട്ട്, അനുകമ്പ വിട്ടിരിക്കുന്ന അത്തരത്തിലുള്ളവരെ, തതുവധഃ, അങ്ങനെയുള്ളവരെ വധിക്കുന്നതൊന്നും ഒരു വധമായി കണക്കാക്കുകയില്ല. അതാണ്, അങ്ങനെയുള്ളവരെ വധിക്കുന്നത് നൃപാണാം, രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവധഃ, വധമല്ല. കാരണം അവർ അല്ലെങ്കിലേ മരിച്ചിരിക്കുന്നു, ജീവച്ഛവങ്ങളാണ്. മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തവർ, ഏതെങ്കിലും രീതിയിലുള്ള നീചപ്രവൃത്തികൾ ചെയ്യുന്നവർ, അവരൊക്കെ യാതൊരു വിധത്തിലുള്ള കരുണയ്ക്കും അർഹരല്ല, അതിനി സ്ത്രീ ആയാൽ പോലും. അതുകൊണ്ട് ഞാനൊരു സ്ത്രീയല്ലേ, എന്നെ വധിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തമരായ സ്ത്രീകളായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള സ്ത്രീകളെയാണ് വധിക്കാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്. അല്ലാതെ അഹങ്കാരം കൊണ്ട്
എന്ത് വൃത്തികേടും ചെയ്യുന്ന സ്ത്രീകളായാലും ശരി, അവർ ശിക്ഷയ്ക്ക് അർഹരാണ്. പുമാന്യോഷിതു തക്ലീബ ആത്മസംഭാവനോധമ ഭൂതേഷു നിരനുക്രോശോ നൃപാണാം തദുവധോവധ. ഇനിയിപ്പോൾ ഭൂമിയെ ഇല്ലാതായി പോയാലും താൻ എങ്ങനെ ഇവിടെ ജീവൻ നിലനിർത്തും എന്നതിന് രാജാവ് ഉത്തരം പറയുകയാണ്. 27-ാമത്തെ ശ്ലോകം. ത്വാം സ്തബ്ധാം ദുർമദാം നീത്വാ മായാഗാം തിലശഃ ശരൈഹി ആത്മയോഗബലേന ഇമാഹ ആത്മയോഗബലേനേമ ധാരയിഷ്യാമ്യഹം പ്രജാഹ. സ്തബ്ധ, അതായത് താനൊരു തീരുമാനമെടുത്താൽ അതിൽ നിന്ന് ഒരു തരത്തിലും വിട്ടു നിൽക്കാത്ത, അതൊരു ദുഷിച്ച തീരുമാനം ആയിരിക്കാം, അതുകൊണ്ടാണ് അവരെ സ്തബ്ധൻ എന്ന് പറയുന്നത്. അതേസമയം നല്ല രീതിയിലുള്ള സ്തബ്ധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൃഢനിശ്ചയം, അത് വേറെ. ഇത് താൻ ഒരു തെറ്റായ തീരുമാനം എടുത്തിട്ട് അത് തെറ്റാണെന്ന് സ്വയം സമ്മതിക്കാൻ മനസ്സില്ലാത്ത അത്തരം ആളുകളെയാണ് സ്തബ്ധ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നീ ഒരു സ്തബ്ധയാണ്, നിന്റെ തീരുമാനത്തിൽ നിന്ന് നീ പിന്മാറുന്നില്ല. അത് എന്തുകൊണ്ടാണ്? ദുർമദാം, ദുരഹങ്കാരം ഉള്ളവളാണ്. ഇപ്പോഴിതാ മായാഗാം, മായയാൽ ഒരു ഗോരൂപം ധരിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയായ ത്വാം, നിന്നെ ഞാൻ എൻ്റെ ശരൈഹി, ശരങ്ങളാൽ തിലശഃ നീത്വാ, നുറുക്കിയിടും എന്നാണ്. അങ്ങനെ ആക്കിയിട്ട് ഇനി ഈ ലോകം ഞാൻ ഭരിക്കുന്നതാണ്. അത് എൻ്റെ ആത്മയോഗബലേന, എൻ്റെ യോഗശക്തി കൊണ്ട് ഞാൻ മറ്റൊരു ഭൂമി സൃഷ്ടിക്കും. അങ്ങനെ ഇമാഹ പ്രജാഹ, ഈ പ്രജകളെ അഹം ധാരയിഷ്യാമി, ഞാൻ നിലനിർത്തിക്കൊള്ളാം. അഹങ്കാരിയായ നീ നശിച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന് രാജാവ് പറയുകയാണ്. ത്വാം സ്തബ്ധാം ദുർമദാം നീത്വാ മായാഗാം തിലശഃശരൈഹി ആത്മയോഗബലേനേമ ധാരയിഷ്യാമ്യഹം പ്രജാഃ. 28-ാമത്തെ ശ്ലോകം. ഏവം മന്യുമയീം മൂർത്തിം കൃതാന്തമിവ ബിഭ്രതം പ്രണതാ പ്രാഞ്ജലിഃ പ്രാഹ മഹീ സംജാത വേപഥുഃ. ഏവം, ഇപ്രകാരം മന്യുമയീം, മഞ്ഞു എന്നാൽ അത്യധികമായ കോപം, കോപം ഒരു മൂർത്തിയായി വന്നതുപോലെ മന്യുമയീം മൂർത്തിയും, കോപമയമായ സ്വരൂപത്തെ ബിഭ്രതം പൂണ്ടുകൊണ്ട് തൻ്റെ മുന്നിൽ കൃതാന്തം ഇവ, കൃതാന്തൻ എന്നാൽ അന്തകൻ, അന്തകനെ പോലെ ഇരിക്കുന്ന പൃഥു മഹാരാജാവിനെ മഹി, ഭൂമിദേവി, പ്രണത, നമസ്കരിച്ച്, പ്രാഞ്ജലിഹി, കൈകൂപ്പിക്കൊണ്ട്, സംജാത വേപഥുഃ, ഉടൽ വിറച്ചുകൊണ്ട് ഇപ്രകാരം പ്രാഹ, ഉണർത്തിച്ചു. താൻ വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭൂമിദേവിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് ഉടൽ വിറച്ചുകൊണ്ട്, കാരണം പറഞ്ഞു തീരുന്നതിനിടയിൽ ദേഷ്യം വന്ന് എന്നെ വധിച്ചു കളഞ്ഞാലോ എന്നൊക്കെ ഒരു പേടിയുണ്ട്, എന്നാലും കൈകൂപ്പിക്കൊണ്ട് രാജാവിനോട് ഇപ്രകാരം പറയുകയാണ്. ഏവം മന്യുമയീ മൂർത്തിം കൃതാന്തമിവ ബിഭ്രതം പ്രണതാ പ്രാഞ്ജലി പ്രാഹ മഹീ സംജാത വേപഥുഃ. ധര ഉവാച, ഭൂമിദേവി പറയുന്നു. 29-ാമത്തെ ശ്ലോകം. നമ പരസ്മൈ പുരുഷായ മായയാ വിന്യസ്ത നാനാതനവേ ഗുണാത്മനെ നമഃ സ്വരൂപ അനുഭവേന നിർധുത ദ്രവ്യ ക്രിയാകാരക വിഭ്രമോർമയേ. മായയ, യോഗമായ കൊണ്ട്, വിന്യസ്തം, ഇവിടെ വിരചിതമായിട്ടുള്ള, നാനാതനവേ, പല ശരീരങ്ങളോടുകൂടിയവൻ. ഇവിടെ എല്ലാം ഭഗവാനെ അങ്ങാണ്, അങ്ങ് തന്നെയാണ്
പല ശരീരം സ്വീകരിച്ചു വന്നിരിക്കുന്നത്. അങ്ങനെ മറ്റുള്ളവരുടെ കണ്ണിൽ ഗുണാത്മനെ, ത്രിഗുണാത്മകനാണെന്ന് തോന്നിപ്പിക്കുന്നു. എന്നാൽ അങ്ങ് ത്രിഗുണാതീതനാണ്, നിർഗുണാവസ്ഥയിലിരിക്കുന്നതാണ്. അങ്ങനെയുള്ള പരസ്മൈ പുരുഷായ ആ പരമപുരുഷനായിക്കൊണ്ട് എൻ്റെ നമഃ, നമസ്കാരം. സ്വരൂപ അനുഭവേന, ഭഗവാൻ ഒരു ശരീരം സ്വീകരിച്ചാലും താൻ ആരാണെന്ന സ്വരൂപ സ്മൃതി എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സാധാരണ ആളുകളെ ബാധിക്കുന്ന വിഭ്രമങ്ങൾ, അത് ദ്രവ്യം, ക്രിയ, കാരകം തുടങ്ങിയവയാണ്. ഇവയാൽ ഒന്നും തന്നെ ഭഗവാൻ ബാധിക്കപ്പെടുന്നില്ല. അതാണ് നിർധുത ദ്രവ്യക്രിയാകാരക വിഭ്രമോഹോ, ഇത്തരം വിഭ്രമങ്ങളൊന്നും ഇല്ലാത്തവനായിട്ടുള്ള വിഭ്രമോർമയെ, അങ്ങനെയായിരിക്കുന്ന നിർഗുണ പരബ്രഹ്മമായ ഭഗവാന് നമഃ, നമസ്കാരം. നമഃ പരസ്മൈ പുരുഷായ മായയാ വിന്യസ്തനാനാതനവേ ഗുണാത്മനെ നമഃ സ്വരൂപാനുഭവേന നിർധുതദ്രവ്യക്രിയാകാരക വിഭ്രമോർമയേ. ഇനി തന്നെ വധിക്കും എന്ന് തന്നെ പറഞ്ഞ പൃഥു മഹാരാജാവിനോട് ദേവി ചോദിക്കുകയാണ്. 30-ാമത്തെ ശ്ലോകം. ഏന അഹം ആത്മായതനം, ഏനാഹമാത്മായതനം വിനിർമ്മിത ധാത്ര യതഃ അയം യതോയം ഗുണസർഗസംഗ്രഹഃ സഹ ഏവ മാം ഹന്തും ഉദായുധഃ. ഹന്തുമുദായുധ സ്വരാട് ഉപസ്ഥിതഃ അന്യം, സ്വരാടുപസ്ഥിതോ അന്യം ശരണം കം ആശ്രയേ, കമാശ്രയേ. യതഃ, യാതൊരു എന്നിലാണോ, അയം ഗുണസർഗസംഗ്രഹഃ, ഗുണങ്ങളാൽ മൂടപ്പെട്ടിട്ടാണ് ഇവിടെ എല്ലാ സൃഷ്ടിയും നടക്കുന്നത്. ഇങ്ങനെ ഗുണസർഗം, ത്രിഗുണാത്മകമായ സൃഷ്ടിയുടെ സംഗ്രഹഃ, സന്ധാരണം, ജീവസന്ധാരണം എന്നത് ഈ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഉള്ള അഹം, ഈ ഞാൻ. ഇനി എന്നെ അങ്ങനെ ആരാണ് തീരുമാനിച്ചത്? അങ്ങ് തന്നെ, അങ്ങാകുന്ന സ്രഷ്ടാവ്. ഏനധാത്ര, യാതൊരു സ്രഷ്ടാവിനാൽ ആത്മായതനം, എല്ലാ ജീവാത്മാക്കളുടെയും വാസസ്ഥാനമായിട്ട് എന്നെ അങ്ങ് തന്നെ വിനിർമ്മിത, നിർമ്മിക്കപ്പെട്ടുവോ അതേ അങ്ങ് തന്നെ. സഹയേവ സ്വരാട്, എല്ലാ അർത്ഥത്തിലും സ്വയമേവ പ്രകാശിക്കുന്ന അങ്ങ് മാം ഹന്തും, എന്നെ കൊല്ലുവാനായിട്ട് ഉദായുധ, ആയുധമോങ്ങിക്കൊണ്ട് ഉപസ്ഥിത, വന്നു നിൽക്കുന്നു. ഇനി ഞാൻ അന്യം കം, വേറെ ആരെ ശരണം ആശ്രയേ, രക്ഷകനായിട്ട് ആശ്രയിക്കും. അങ്ങ് തന്നെയാണ് എനിക്ക് ഈ ഉത്തരവാദിത്വം തന്നത്. ഈ ഭൂമിയിലെ എല്ലാ സൃഷ്ടിക്കുമുള്ള ജീവസന്ധാരണത്തിനായിട്ട് എന്നെ നിയോഗിച്ചത് അങ്ങാണ്. ആ അങ്ങ് തന്നെ എന്നെ വധിക്കാൻ വന്നാൽ പിന്നെ ഞാൻ ആരെ ആശ്രയിക്കും? യേനാഹമാത്മായതനം വിനിർമ്മിത ധാത്രായതോയം ഗുണസർഗസംഗ്രഹ സയേവ മാം ഹന്തുമുദായുധസ്വരാട് ഉപസ്ഥിതോന്യം ശരണം കമാശ്രയേ. ഇനി ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ അങ്ങെന്നെ സൃഷ്ടിച്ചു, അത് അങ്ങയുടെ സ്വാതന്ത്ര്യം. ഇപ്പോഴെന്നെ സംഹരിക്കാൻ പോകുന്നു, അതും അങ്ങയുടെ സ്വാതന്ത്ര്യം എന്ന് കരുതാം. പക്ഷേ ഇപ്പോൾ അങ്ങ് സ്വീകരിച്ചിരിക്കുന്ന ഈ അവതാരം സംരക്ഷകനായിട്ടാണ്, എല്ലാവരെയും സംരക്ഷിക്കാനാണ്. രാജാവ് എന്ന് പറയുമ്പോൾ പ്രജാപരിപാലനമാണ്. ഒപ്പം തന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരം എന്ന നിലക്ക് എല്ലാറ്റിനെയും പരിപാലിക്കുക, അതാണ് മഹാവിഷ്ണുവിൻ്റെ ഒരു ഉത്തരവാദിത്തം. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നതിൽ സ്ഥിതി സ്വരൂപനാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് അങ്ങ് എങ്കിൽ സംഹരിക്കാനുള്ള ആളല്ലല്ലോ അങ്ങ്. പിന്നെ എങ്ങനെയാണ് എന്നെ വധിക്കുന്നത് എന്ന് വീണ്ടും ചോദിക്കുകയാണ്. 31-ാമത്തെ ശ്ലോകം. യഹ ഏതത്
ആദൗ അസൃജത് ചരാചരം ഏതദാദാവസൃജത് ചരാചരം സ്വമായയാ ആത്മാശ്രയയാ അവിതർക്യയാ സ്വമായയാത്മാശ്രയയാ വിതർക്യയാ തയൈവ സഹ അയം സോയം കില ഗോപ്തുമുദ്യതഃ കഥം नु മാം ധർമ്മപരഃ ജിഘാംസതി. യഹ യാതൊരു ഭഗവാൻ ആദൗ ആദിയിൽ ഏതത് ഈ കാണുന്ന ചരാചരം സ്ഥാവര ജംഗമാത്മകമായിട്ടുള്ള പ്രപഞ്ചത്തെ അവിതർക്യയാ ഒരു സാധാരണക്കാരന് മനസ്സിലാകാത്ത ദുരൂഹമായിട്ടുള്ള ആത്മാശ്രയയാ എന്നാൽ അങ്ങ് തന്നെയാണ് എല്ലാമായി വർത്തിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ ജീവാത്മ വിഷയകവും ആയിട്ടുള്ള സ്വമായയ തൻ്റെ മായയാൽ അസൃജത് സൃഷ്ടിച്ചുവോ. ഒരു സാധാരണക്കാരൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് ഇവിടുത്തെ സൃഷ്ടി പ്രക്രിയ. പലരും ചോദിക്കാറുണ്ട് ഈ കർമ്മഫലം ആദ്യത്തെ കർമ്മം എപ്പോൾ തുടങ്ങി എന്ന്. കാരണം അതിൻ്റെ തുടർച്ചയാണല്ലോ അടുത്ത ജന്മം. അങ്ങനെയെങ്കിൽ ഇതിനൊരു തുടക്കമുണ്ടാകുമല്ലോ, ഇതെപ്പോഴാണ്? അപ്പോൾ അതിനുള്ള ഉത്തരം ഇതാണ്. ഈ പ്രപഞ്ച സൃഷ്ടി എന്ന് പറയുന്നത് ഒരു ചക്രമാണ്, ഒരു വൃത്തം. ഒരു വൃത്തത്തിൻ്റെ ആദിയും അന്തവും എങ്ങനെ കണക്കാക്കാൻ സാധിക്കില്ലയോ അതുപോലെ ഇതൊരു ഇലൂഷനാണ്, മായ. നമുക്ക് തോന്നുന്നതാണ് ഇതിനൊരാദി ഉണ്ടായിരുന്നു, അന്തമുണ്ടായിരുന്നു എന്നത് ഒരു തോന്നലാണ്. അതിനുമപ്പുറം ഇതൊരു ചക്രമാണ്. ചക്രത്തിന് തുടക്കവും ഒടുക്കവും കണ്ടെത്താൻ സാധിക്കില്ല. അത് വരയ്ക്കുന്നയാൾക്ക് മനസ്സിലാകും, പക്ഷെ വരച്ചു കഴിഞ്ഞ ഒരു വൃത്തം കാണുന്നയാൾക്ക് മനസ്സിലാവുകയില്ല ഇതിൻ്റെ തുടക്കം എന്താണ്. അതേപോലെ തന്നെയാണ് ഈ കർമ്മങ്ങളുടെ തുടക്കം എന്നത് എവിടെ എന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ പുറകെ പോവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇങ്ങനെയാണ്, തൽക്കാലം അത് മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഇങ്ങനെ ആർക്കും മനസ്സിലാകാത്ത മായാപ്രയോഗത്താലാണ് അങ്ങ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. സഹ അയം ആ ആൾ തയായേവ അതേ മായാലോകത്തിൽ നിന്നുകൊണ്ട് തൻ്റെ പ്രജകളെ ഗോപ്തും രക്ഷിക്കുവാനായിട്ടൊരു അവതാരം തന്നെ സ്വീകരിച്ച് ഉദ്യതഃ കില രക്ഷിക്കുവാൻ ഉദ്യമിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെയുള്ള ധർമ്മപരഃ ധർമ്മിഷ്ഠനായ അങ്ങ് കഥം നു എങ്ങനെ മാം ജിഘാംസതി എന്നെ കൊല്ലാൻ തുനിയുന്നു. ഞാനും ഈ ചരാചരങ്ങളിൽ പെട്ടതല്ലേ, ഞങ്ങളെ സംരക്ഷിക്കാനല്ലേ അങ്ങ് അവതാരം എടുത്തത്, പിന്നെ എങ്ങനെയാണ് എന്നെ അങ്ങ് വധിക്കുക? യേതദാദാവസൃജച്ചരാചരം സ്വമായയാത്മാശ്രയയാ വിതർക്യയാ തയൈവ സോയം കില ഗോപ്തുമുദ്യത കഥം नु മാം ധർമ്മപരോ ജിഘാംസതി. ഇനി ഒരു പക്ഷേ അതാണ് അങ്ങയുടെ സങ്കല്പമെങ്കിൽ ഞാൻ എങ്ങനെ എതിർക്കാനാണ്? അതാണ് 32ാമത്തെ ശ്ലോകം. നൂനം ബത ഈശസ്യ ബതേശസ്യ സമീഹിതം ജനൈഹി തത് മായയാ ജനൈസ്തന്മായയാ ദുർജയയാ അകൃതാത്മഭിഹി ദുർജയയാ കൃതാത്മഭിഹി ന ലക്ഷ്യത്തെ യഹ തു അകരോത് യസ്ത്വകരോത് അകാരയത് യസ്ത്വകരോദകാരയത് യഹ അനേകഃ യോ അനേക ഏകഃ പരതഃ ച പരതശ്ച ഈശ്വരഃ. ബത ആശ്ചര്യം, യഹ തു യാതൊരു ഭഗവാൻ നാരായണനാകട്ടെ അകരോത്ത് ഇവിടെ ബ്രഹ്മാവിനെ ആദ്യം സൃഷ്ടിച്ചു, എന്നിട്ട് ആ ബ്രഹ്മാവിനെ വെച്ച് അടുത്ത സൃഷ്ടി അകാരയത് ചെയ്യിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള യഹ യാതൊരു നാരായണൻ ഏകഃ ഏകനാണെങ്കിലും പരതഃ തൻ്റെ പരാശക്തിയായ യോഗമായയാൽ അനേകഃ അനേകനായെന്നതുപോലെ തോന്നിപ്പിച്ച് ഈശ്വരഃ ച
എന്നിട്ട് ഇവരുടെയൊക്കെ സർവനിയന്താവായിട്ട് വർത്തിക്കുകയും ചെയ്യുന്നുവോ, അങ്ങനെയുള്ള ഈശസ്യ ആ സർവേശ്വരന്റെ സമീഹിതം സങ്കല്പം സാധാരണക്കാരായ ഞങ്ങൾക്ക് മനസ്സിലാവുകയില്ല. കാരണം ഞങ്ങളൊക്കെ അങ്ങയുടെ ദുർജയയാ, ജയിക്കുവാൻ പ്രയാസമായ തന്മായയാ, അങ്ങയുടെ മായ മൂലം അകൃതാത്മഭിഹി അസംസ്കൃത ചിത്തരാണ്, അജ്ഞരാണ്. അതുകൊണ്ട് അങ്ങയുടെ സങ്കല്പം എന്താണ് എന്ന് ജനൈഹി നലക്ഷ്യത്തെ, ജനങ്ങളാൽ അറിയപ്പെടുന്നില്ല, നൂനം തീർച്ചയാണ്. ഭഗവാന്റെ സങ്കല്പം അറിയാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ടെൻഷനേ ഉണ്ടാവുകയില്ല. കാരണം നാളെ എന്ത് സംഭവിക്കും എന്ന് ഭഗവാൻ എന്തോ ഒരു കാര്യം സങ്കല്പിച്ച് വെച്ചിട്ടുണ്ടാകും. ആ നല്ലതിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ആ നല്ലത് അനുഭവിക്കുന്ന ആ സമയത്തേക്ക് നമ്മൾ നല്ല ദൃഢചിത്തരായിരിക്കണം, മനോബലമുള്ളവരായിരിക്കണം. അതിനായിട്ടായിരിക്കാം ഭഗവാൻ നമ്മെ ചില പരീക്ഷണങ്ങളിലൂടെയൊക്കെ കടത്തിവിടുന്നത്. പ്രത്യേകിച്ച് ഈ ആത്മീയ യാത്രയിൽ അതൊന്നും തിരിച്ചറിയാതെ നമ്മൾ ഭഗവാനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് ഒരു നല്ലത് വരുമ്പോഴാണ് ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇതൊക്കെ അനുഭവിച്ചത് എന്ന് മനസ്സിലാവുക. അപ്പോൾ ഭഗവാന്റെ സങ്കല്പം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ നാളെയെക്കുറിച്ച് ആശങ്കപ്പെടുന്നത്. അങ്ങനെ അറിയാതിരിക്കുന്നതാകട്ടെ ആ ഭഗവാന്റെ മായ കൊണ്ടും. ഇനി ഒരു പക്ഷേ എന്നെ വധിക്കുകയാണ് അങ്ങയുടെ സങ്കല്പമെങ്കിൽ ഞാൻ എങ്ങനെ അറിയാനാണ്? നൂനം ബതേശസ്യ സമീഹിതം ജനയേ തന്മായയാ ദുർജയയാ കൃതാത്മഭി ന ലക്ഷ്യത്തെ അസ്മകരോദകാരയത് യോനേക ഏക പരതശ്ച ഈശ്വര. എന്തായാലും ഭഗവാന്റെ സങ്കല്പം അറിയാത്ത എനിക്ക് ഇനി ഒന്നേ ചെയ്യാനുള്ളൂ, അങ്ങയിൽ ശരണാഗതി അടയുക. 33-ാമത്തെ ശ്ലോകം. സർഗാദി യഹ അസ്യ അനുരുണദ്ധി യോ അസ്യ അനുരുണദ്ധി ശക്തിഭിഹി ദ്രവ്യക്രിയാകാരക ചേതനാത്മഭിഹി തസ്മൈ സമുന്നദ്ധ നിരുദ്ധ ശക്തയേ നമഃ പരസ്മൈ പുരുഷായ വേധസേ. യഹ യാതൊരാൾ അസ്യ ഈ പ്രപഞ്ചത്തിൻ്റെ സർഗാദി സൃഷ്ട്യാദി കർമ്മങ്ങളെ ദ്രവ്യക്രിയാകാരക, അതായത് സൃഷ്ടി നടത്താനുള്ള ദ്രവ്യം, അതെങ്ങനെ ചെയ്യണമെന്ന ക്രിയ, അതിനുവേണ്ടിയുള്ള മറ്റു ഉപകരണങ്ങൾ, ഇങ്ങനെയുള്ള ചേതനാത്മഭിഹി ഭൂതേന്ദ്രിയ ദേവതാ ബുദ്ധി അഹങ്കാര തത്വങ്ങൾ, ഇതാണ് ഈ സൃഷ്ടിക്ക് വേണ്ടി ഭഗവാൻ എടുക്കുന്ന കാര്യങ്ങൾ, ഇത് ചെയ്യുന്ന കാര്യങ്ങൾ. ഇത്തരത്തിലുള്ള ഭഗവാന്റെ ശക്തി കൊണ്ടാണ്, ശക്തിഭിഹി ശക്തികൾ കൊണ്ടാണ് ഇവിടെ സൃഷ്ടി നടത്തുന്നത്. അത് ഒരു തവണയല്ല, അനുരുണദ്ധി നിരന്തരം കൊണ്ട് നടക്കുന്നു. സൃഷ്ടി, പരിപാലനം, സംഹാരം, ഇതിങ്ങനെ തുടരെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ആ ഭഗവാന്റെ ശക്തി എന്ന് പറയുന്നത് അപരിമേയമാണ്. അതാണ് സമുന്നദ്ധം, അത്രയും വലിയ ശക്തിയാണ്. എന്നാൽ ഭഗവാന് വേണ്ടിടത്ത് അതിനെ ഒതുക്കാനും അറിയാം. അതാണ് നിരുദ്ധ ശക്തയെ, വലുതുമാണ്, അതായത് അളക്കാൻ പറ്റാത്ത ശക്തിയാണ്. എന്നാൽ ഭഗവാൻ അതിന് വേണ്ടുന്ന രീതിയിൽ അതിനെയൊക്കെ ഒന്ന് ഒതുക്കാനും അറിയാം. ഇങ്ങനെയുള്ള ശക്തികളോടുകൂടിയ വേധസേ സർവകാരണനും പരസ്മൈ പുരുഷായ ആ പരമപുരുഷനുമായിരിക്കുന്ന തസ്മൈ നമഃ നിന്തിരുവടിക്കായിക്കൊണ്ട് നമസ്കാരം. സർഗാദിയോ അസ്യാനുരുണദ്ധി ശക്തിഭിർ ദ്രവ്യക്രിയാകാരക ചേതനാത്മഭി തസ്മൈ സമുന്നദ്ധ നിരുദ്ധ ശക്തയേ നമഃ പരസ്മൈ പുരുഷായ വേധസേ. ഇനി ഭൂമിദേവി പണ്ട് ഒരവതാരത്തിൽ നടന്ന കാര്യം ഭഗവാനെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് അങ്ങ് എന്നെ വധിക്കാൻ ഒരുങ്ങുന്നു, പക്ഷെ ഓർമ്മയുണ്ടോ, വരാഹമൂർത്തിയായി വന്ന് രസാതലത്തിൽ നിന്ന് എന്നെ പൊക്കിയെടുത്ത് യഥാവിധി അങ്ങാണ് സ്ഥാപിച്ചത്. അതിനെക്കുറിച്ചൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 34-ാമത്തെ ശ്ലോകം. സഹവൈ ഭവാൻ ആത്മവിനിർമ്മിതം ജഗത്
ഭൂതേന്ദ്രിയാന്തഃകരണാത്മകം വിഭോ സംസ്ഥാപയിഷ്യൻ അജ സംസ്ഥാപയിഷ്യൻ അജ മാം രസാതലാത് അഭ്യുജ്ജഹാര അംഭസഃ രസാതലാദഭ്യുജ്ജഹാര അംഭസ ആദിസൂകരഃ. ഹേ വിഭോ അജ, ജനന മരണങ്ങളില്ലാത്തവനെ, സഹ ഭവാൻ, അങ്ങനെയുള്ള അങ്ങ്, ആത്മവിനിർമ്മിതം, അങ്ങയാൽ നിർമ്മിക്കപ്പെട്ട ഭൂതേന്ദ്രിയാന്തഃകരണാത്മകം, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്തഃകരണവൃത്തികൾ, ആത്മാവ് ഇവയോടുകൂടിയിട്ടുള്ള ജഗത്, ഈ ചരാചര പ്രപഞ്ചത്തെ അങ്ങ് ഒരിക്കൽ പാലിക്കാൻ വേണ്ടിയിട്ട് രസാതലത്തിലേക്ക് താണുപോയ ഭൂമിയെ വീണ്ടും ഈ ഭൂമിയുടെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ആ നിലനിൽപ്പിന് വേണ്ടിയിട്ട് സംസ്ഥാപയിഷ്യൻ, ഈ ചരാചര പ്രപഞ്ചത്തെ ശരിക്കും നിലനിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് ആദിസൂകരഃ, ആദിവരാഹമൂർത്തിയായിട്ട് അങ്ങനെ രസാതലാത്ത്, പാതാളത്തിൽ നിന്ന്, അംഭസഹ, ആ ജലത്തിൽ നിന്ന്, മാം വൈ, എന്നെ അങ്ങ് അഭ്യുജ്ജഹാര, പൊക്കിയെടുത്തുവല്ലോ. അന്ന് എൻ്റെ രക്ഷകനായിരുന്നു അങ്ങ്. ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ഭഗവാനെ അങ്ങ് മറന്നുപോയോ എന്ന രീതിയിൽ. സ വൈ ഭവാനാത്മവിനിർമ്മിതം ജഗത് ഭൂതേന്ദ്രിയാന്തഃകരണാത്മകം വിഭോ സംസ്ഥാപയിഷ്യന്നജാ മാം രസാതലാദഭ്യുജ്ജഹാരാംഭസ ആദിസൂകര. 35-ാമത്തെ ശ്ലോകം. അപാം ഉപസ്ഥേ, അപാം ഉപസ്ഥേ മയി നാവി അവസ്ഥിതഃ, നാവി അവസ്ഥിതാഃ പ്രജാഃ ഭവാൻ അദ്യ, ഭവാൻ അദ്യ രിരക്ഷിഷുഃ കില. സഹ വീരമൂർത്തിഃ സമഭൂദ്ധരാധരഃ, സമഭൂദ്ധരാധരോ യോ മാം പയസി ഉഗ്രശരഃ, പയസ്യുഗ്രശരോ ജിഘാംസസി. യഹ, യാതൊരു ധരാധരഃ, ധരയാകുന്ന എന്നെ ധരിച്ച ഭൂതര വരാഹമൂർത്തിയായിട്ടുള്ള അങ്ങ്, അദ്യ ഇപ്പോൾ, അപാം ഉപസ്ഥേ ജലത്തിൻ്റെ മധ്യത്തിൽ, മൈ നാവി ഞാനാകുന്ന കപ്പലിൽ, ആലംബത്തിൽ, അവസ്ഥിതാഹ സ്ഥിതി ചെയ്യുന്ന, പ്രജാഹ പ്രജകളെ, രിരക്ഷിഷുഹു രക്ഷിക്കാൻ ഇച്ഛിച്ചുകൊണ്ടാണല്ലോ. അതായത് അന്ന് അവതരിച്ച അതേ വരാഹമൂർത്തി തന്നെയാണ് ഇന്ന് വീരമൂർത്തിയായ പൃഥുചക്രവർത്തിയായി സമഭൂത് അവതരിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്ക് അതിശയം തോന്നുന്നു, സഹകില അന്നെന്നെ രക്ഷിച്ച അതേ വരാഹമൂർത്തി ഇന്ന് വന്ന് അവതരിച്ചപ്പോൾ ഭവാൻ പയസി പാലിനു വേണ്ടി, പാല് എന്നതുകൊണ്ട് ഫലമൂലാദികൾ, ഇതിനെല്ലാം വേണ്ടി അങ്ങ് ഉഗ്രശരഹ ക്രൂരമായ ബാണം ധരിച്ച് മാം ജിഘാംസസി എന്നെ കൊല്ലുവാൻ തുനിയുന്നു. ആ വൈരുദ്ധ്യത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ വല്ലാതെ അതിശയിക്കുന്നു. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങളെ ഒരുപാട് ഹരിനാമ കീർത്തനത്തിൽ എഴുത്തച്ഛൻ പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചവർക്കത് അറിയാം. അപ്പോൾ ഇതേപോലെയാണ് ഭൂമിദേവി അതിശയിക്കുകയാണ്. ആദിവരാഹമൂർത്തിയായിട്ട് എന്നെയും ഒരേ സമയം ജനങ്ങളെയും രക്ഷിക്കാൻ രസാതലത്തിൽ നിന്ന് എന്നെ എടുത്തുയർത്തിയ അതേ ഭഗവാൻ ഇന്ന് പൃഥുചക്രവർത്തിയായി വന്നിട്ട് ആ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായി എന്നെ കൊല്ലാൻ തുനിയുന്നു. ഇതെന്തൊരാശ്ചര്യമാണ്. അപാമുപസ്ഥേ മയി നാവ്യവസ്ഥിത പ്രജാ ഭവാനദ്യ രിരക്ഷിഷു കില സവീരമൂർത്തി സമഭൂധരാധരോ യോ മാം പയസ്യുഗ്രശരോ ജിഘാംസസി. തൻ്റെ അതിശയത്തെ പ്രകടിപ്പിച്ചിട്ട് വീണ്ടും പറയുകയാണ്, ഒരു പക്ഷേ എൻ്റെ അജ്ഞാനം കൊണ്ടായിരിക്കാം ഭഗവാൻ ഈ ഒരു വൈരുദ്ധ്യം ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കാം. ഞങ്ങളെ പോലുള്ളവർ എങ്ങനെ അറിയാനാണ്? 36-ാമത്തെ ശ്ലോകം. നൂനം ജനൈഹി ഈഹിതം ഈശ്വരാണാം അസ്മദ്വിധൈഹി
തദ്ഗുണസർഗമായയാ ജനൈരീഹിതമീശ്വരാണാമസ്മദ്വിധൈസ്തദ്ഗുണസർഗമായയാ ന ജ്ഞായത്തെ മോഹിതചിത്തവത്മഭിः തേഭ്യഃ മോഹിതചിത്തവത്മഭിസ്തേഭ്യോ നമഃ നമോ വീരയശസ്കരേഭ്യഃ. സദ്ഗുണസർഗമായയാ അങ്ങയുടെ ഗുണപ്രകാശന സ്വരൂപമായ മായയാൽ മോഹിതചിത്തം, മായയിലല്ലേ ഈ സൃഷ്ടി ഉണ്ടായത്, അപ്പോൾ പിന്നെ മോഹിതരായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെ മോഹിതചിത്തവത്മഭിഹി, വ്യാമോഹിക്കപ്പെട്ട ചിത്തമാകുന്ന വഴിയിൽ കൂടെയാണ്, പ്രകൃത്യാൽ തന്നെ ഇവിടെ എല്ലാവരും മോഹിക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വഴിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നേരായ കാഴ്ചകൾ എങ്ങനെ കാണാനാണ്? അങ്ങനെ അസ്മദ്വിധൈഹി, എന്നെ പോലുള്ള ജനൈഹി, ജനങ്ങളാൽ ഈശ്വരാണാം ഈഹിതം, ആ ഭഗവാന്റെ സങ്കല്പത്തെ നജ്ഞായത്തെ, അറിയുകയില്ലല്ലോ, അറിയാൻ സാധിക്കുകയില്ല, നൂനം, തീർച്ചയാണ്. എന്നാൽ ഭഗവാന്റെ ഇംഗിതം അറിയാൻ സാധിക്കുന്നവർ, അവർ വീരപുരുഷന്മാരാണ്, അവർ ഈ മായയെ മറികടന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് ഭഗവാനെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ ഭഗവാനെ അറിയാൻ സാധിക്കുന്ന വീരയശസ്കരേഭ്യഃ, ധീരാത്മാക്കൾക്ക് കീർത്തിയെ വളർത്തുന്ന അത്തരം തേഭ്യഃ, ഈശ്വര അനുവർത്തികൾക്ക്, മായയെ ജയിച്ച അത്തരം മഹാത്മാക്കൾക്കും എൻ്റെ നമഃ, നമസ്കാരം. അപ്പോൾ ഭഗവാന്റെ സങ്കല്പം അറിയാനായിട്ട് നമ്മൾ ഭഗവാനോട് അടുത്തുകൊണ്ടേയിരിക്കണം. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു ശ്ലോകത്തോടെ 17ാമത്തെ അധ്യായം അവസാനിക്കുന്നു. പക്ഷേ ഇതേ വിഷയം തന്നെ തുടരുന്നതാണ് അടുത്ത അധ്യായത്തിലും. നൂനം ജനൈരീഹിതമീശ്വരാണാം അസ്മദ്വിധൈ സദ്ഗുണസർഗമായയാ ന ജ്ഞായത്തെ മോഹിതചിത്തവദ്മഭിः തേഭ്യോ നമോ വീരയശസ്കരേഭ്യഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ പൃഥുവിജയേ ധരിത്രീ നിഗ്രഹോ നാമ 17ാധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.